ആശമാർക്ക് ആശ്വാസം. ആശമാർക്ക് ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരവെ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിനായുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ. ഓണറേറിയം നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പ്രതിമാസ ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ ഉപാധികൾ പിൻവലിക്കുക തുടങ്ങിയതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഫെബ്രുവരി മാസം 6-ാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഉപാധികൾ പിൻവലിക്കുന്നതിന് ഒരു സമിതി രൂപീകരിക്കുക എന്നത് ഈ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. ഫെബ്രുവരി 7-ന് ആരോഗ്യവകുപ്പിലെയും നാഷണൽ ഹെൽത്ത് മിഷനിലെ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി അത്തരത്തിലൊരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഉപാധികൾ പിൻവലിക്കുന്ന കാര്യം പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി ഈ സമിതിയോട് ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 19-നാണ് ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നത്. മാർച്ച് 12-ന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങി. എന്നാൽ ഇന്നാണ് ഉത്തരവ് പുറത്തുവരുന്നത്. നേരത്തെ ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടായാൽ ഓണറേറിയത്തിൽ കുറവ് വരുത്തുമായിരുന്നു. യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണറേറിയത്തിൽ നിന്ന് തുക പിടിക്കുന്ന തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു. മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ യോഗം മുടങ്ങിയാൽ പോലും ഓണറേറിയത്തിൽ കുറവ് വരുന്നതായി സമരത്തിലുള്ള ആശാവർക്കർമാർ പറയുന്നു. മാനദണ്ഡങ്ങൾ സങ്കീർണമായതിനാൽ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് ലഭിക്കുന്നതെന്നായിരുന്നു ആശമാരുടെ പരാതി. സർക്കാർ തീരുമാനത്തിൽ ആശാവർക്കർമാർ സമരപ്പന്തലിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആശാവർക്കർമാർ 3-ാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് ഉപരോധ വേദിയിലാണ് അടുത്ത ഘട്ട സമരപരിപാടി സമരസമിതി പ്രഖ്യാപിച്ചത്. സമരം ചെയ്യുന്ന 3 മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം ഇരിക്കും എന്നാണ് പ്രഖ്യാപനം. 2 ആശാവർക്കർമാരും സമരസമിതിയുടെ ഒരാളുമാണ് നിരാഹാരം ഇരിക്കുക.